തഞ്ചാവൂർ പോകാൻ പ്ലാനുള്ളവരാണ് നിങ്ങൾ, എന്നാൽ ഉറപ്പാൽ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട്, മലബാർ സൈഡിൽ നിന്നൊന്നും ഡയറക്റ്റ് ട്രെയിൻ തഞ്ചാവൂരേക്കില്ല. ഒന്നുകിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ തൃച്ചി ഇറങ്ങി നെക്സ്റ്റ് ട്രെയിൻ പിടിക്കണം. ഒരു ദിവസം നഷ്ടപ്പെടാതിരിക്കുക രാത്രിയിലുള്ള ട്രെയിൻ ആയിരിക്കും നല്ലത്. നമ്മൾ കണ്ണൂരിൽ നിന്നും വൈകിട്ടുള്ള യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ കയറിയിട്ട് കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്ന് പുലർച്ചെ 12:30 ചെമ്മൊഴി എക്സ്പ്രസ്സിലാണ് പോയത്. ട്രെയിൻ ടിക്കറ്റൊക്കെ കുറച്ച് നാൾ മുന്നേ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൂം വളരെ മുന്നേ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് 1-2 മണിക്കൂർ അലയേണ്ടി വന്നു. മൂന്നാമതായി, കയ്യിലൊരു കുട കരുതുന്നത് നല്ലതായിരിക്കും. നമ്മൾ പോകുമ്പോൾ രാവിലെ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. നാലാമതായി, യാത്ര ചെയ്യാൻ ഷെയർ ടാക്സി പിടിക്കുന്നതായിരിക്കും നല്ലത്. തലങ്ങും വിലങ്ങും ഓടിയിട്ട് കുറേ ഓട്ടക്കാശ് ചുമ്മാ പോയി. അഞ്ചാമതായിട്ട്, മിനിമം ഒരു 500 രൂപ ചില്ലറ കയ്യിൽ കരുതുക. തഞ്ചാവൂർ പെരിയ കോവിലെ ക്ലോക്ക് റൂം, തഞ്ചാവൂർ പാലസ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒന്നും UPI സ്വീകരിക്കില്ല. അതുപോലെ കുംഭകോണത്തേക്കുള്ള ബസ് യാത്രാ ടിക്കറ്റിനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആറാമതായിട്ട്, ഫുഡ് കഴിക്കാൻ തേവർ ബിരിയാണി ഹോട്ടൽ നല്ലതാണ്, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഏഴാമതായിട്ട്, തഞ്ചാവൂർ പെരിയ കോവിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുന്ന അവർ കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ വാങ്ങി ഡിലീറ്റ് ചെയ്യിപ്പിക്കും. എട്ടാമതായി, നിങ്ങൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ പെരിയ കോവിൽ നൈറ്റ് വ്യൂ മിസ് ചെയ്യാതിരിക്കുക, അമ്മാതിരി വൈബാണ്. ഒമ്പതാമതായിട്ട്, നിങ്ങൾ കുംഭകോണം തൃച്ചി എന്നീ സ്ഥലങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ബാഗ് സൂക്ഷിക്കാൻ കുംഭകോണം തൃച്ചി എന്നീ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂം ഉപയോഗിക്കാം. കുംഭകോണം ക്ലോക്ക് റൂമിൽ നിങ്ങൾ ചെറിയ പൂട്ട് കയ്യിൽ കരുതേണ്ടി വരും. പത്താമതായിട്ട്, തൃച്ചിയിൽ ശ്രീരംഗം, റോക്ക് ഫോർട്ട് എന്നീ സ്ഥലങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റെഡ് ടാക്സി പിടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി.